MES വജ്ര ജൂബിലിയുടെ ഭാഗമായി മതേതര വിദ്യാഭ്യാസം ഇന്നത്തെ വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. MES സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ PA ഫസൽ ഗഫൂർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം MES സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ PA ഫസൽ ഗഫൂർ നിർവഹിച്ചു. ഇവിടെ ഇപ്പുറത്തുള്ള ആൾക്കാർ അപ്പുറത്ത് പോകാൻ പോണില്ല. അതായത് മോഡേൺ മെഡിസിൻ എന്നുള്ള ആൾക്കാർ ആരും പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോണില്ല, ഹോമിയോപ്പതിയും യുനാനിയും ഒക്കെ. പക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചായിരിക്കും. അതാണ് അതിലെ ഏറ്റവും വലിയ അപകടം. ഇപ്പം ആയുർവേദത്തിനൊന്നും ഞാൻ എതിരില്ല. എനിക്ക് തന്നെ ഒരു ഡിസ്കിൻ്റെ തകരാറ് വന്നപ്പോൾ എന്നെ പോയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർത്തോപെഡിക് സർജന്മാരിൽ ഒരാൾ. അപ്പം ഞാനൊരു ന്യൂറോളജിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു അത് ഓപ്പറേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ആയുർവേദത്തിലോട്ടൊന്ന് പോയി. അത് ഞാനൊരു എക്സസൈസ്, ഒരു ഫിസിയോതെറപ്പി ആയിട്ടാണ് അതിനെ കാണുന്നത്. പിടിയിട്ട് ചെയ്തേ ഞാൻ പോയി. അപ്പോൾ അതിന് ഞാൻ എതിരല്ലല്ലോ. അപ്പോൾ ഐതിഹ്യത്തിനെതിരായിട്ട് ഇല്ലാത്ത ഐതിഹ്യങ്ങൾ സൃഷ്ടിക്കുക, പറഞ്ഞത് ഐതിഹ്യം എടുക്കുക, എന്നിട്ട് പിന്നെ പതുക്കെ കണ്ടുപിടിക്കുക ഇതിൽ മുസ്ലിമുകൾക്ക് റോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഐതിഹ്യം വേണ്ട, ആ ഐതിഹ്യം നമുക്ക് വേണ്ട. അതിൽ പുതിയതായിട്ടൊരു കാര്യം കൂടെ പറയണ്ട. അതിൽ വേറെ രസമുണ്ട് പറയുമ്പോൾ. എല്ലാം പറയണമല്ലോ. അവിടെ ഈ കണിക പൈസ വാങ്ങുന്നുണ്ട്, അത് ആർക്ക് കിട്ടും, നമ്മൾ ആർക്കും തോന്നുന്നു. MES ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ അധ്യക്ഷനായി. MES ജില്ലാ സെക്രട്ടറി ഉമ്മർ ഗുരുക്കൾ സ്വാഗതം പറഞ്ഞു. മുൻ MLA അഡ്വക്കേറ്റ് KNA ഖാദർ, കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ PJ വിൻസെന്റ് തുടങ്ങിയവർ വിഷയം അവതരിപ്പിച്ചു. MES സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ, ജില്ലാ ഭാരവാഹികളായ നൌഷാദ് എടവണ്ണ, ഷുക്കൂർ പാണ്ടിക്കാട്, E ഉബൈദുള്ള, K അബ്ദുൽ ജലീൽ, ഇസ്മായിൽ പൊന്നാനി, ഷർഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ, M അബ്ദുൽ ഖാദർ, ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. MES സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷാഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂർ.